ഇവിടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാര്യം 6 മാർക്കിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചോദ്യം, 6 മാർക്കിന് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താണ് ചോദ്യം? ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ മോഡൽ ചോദ്യം എല്ലായിടത്തും ഉണ്ട്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബൈ മെട്രിക്സ് മെത്തേഡ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ആണല്ലോ, ഞാൻ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. പക്ഷേ നിങ്ങൾക്കിത് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇന്ന് പറയാൻ പോകുന്നത് മെട്രിക്സ് മെത്തേഡ്. ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡിറ്റർമിനൻസിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, അഡ്ജോയിന്റ് വരുന്നുണ്ട്, ഇൻവേഴ്സ് വരുന്നുണ്ട്, എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടാ. അപ്പോൾ ഇത് ഒരെണ്ണം പഠിച്ചാൽ ഏകദേശം സെറ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 6 മാർക്കാണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞാൽ അമ്പാക്കണ്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ഇങ്ങനെ 3 ഇക്വേഷൻസ് തരും, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ. ആദ്യം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തെഴുതണം. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, വൈയുടെ കൂടെയുള്ള നമ്പർ, ഇസഡിൻ്റെ കൂടെയുള്ള നമ്പറുകൾ എടുത്തെഴുതണം. എക്സിൻ്റെ കൂടെ ആരാടാ 3, വൈയുടെ കൂടെ ആരാ -2, ഇസഡിൻ്റെ കൂടെ ആരാടാ 3. ഇത്രേ ഉള്ളൂ. ഇവിടെ എക്സിൻ്റെ കൂടെ ആരാടാ 2, വൈയുടെ കൂടെ ആരാടാ 1, ഇസഡിൻ്റെ കൂടെ ആരാടാ -1. സിമ്പിൾ. അടുത്ത് ഇവിടെ എക്സിൻ്റെ കൂടെ ആരാടാ 4, വൈയുടെ കൂടെ ആരാ -3, ഇസഡിൻ്റെ കൂടെ ആരാ 2. ഓക്കെ അല്ലേ? ഇനി എക്സ് എന്ന് പറയുന്ന ഒരു കോളം വേണം. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്പറുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ലെറ്ററുകൾ ഏതൊക്കെയാണ്? എക്സ്, വൈ, ഇസഡ് അല്ലേ? അത് ഇങ്ങനെ കോളമായിട്ട് എഴുതണം. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും അവസാനം ഒരെണ്ണം കൂടി ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൂടി. ഏതാണ്? നമ്മുടെ ഈക്വൽ ടു കഴിഞ്ഞു വരുന്ന നമ്പറില്ലേ, 8, 1, 4, അത് ഇതുപോലെ താഴത്തേക്ക് എഴുതുക. 8, 1, 4. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എടുത്തെഴുതേണ്ട ഇതാണ്. എടുത്തെഴുതുമ്പോൾ തെറ്റരുത്, സൈനുകളൊന്നും മാറരുത്. 3, -2, 3, 2, 1, -1, 4, -3, 2. സിമ്പിൾ അല്ലേ? പിന്നെ 8, 1, 4ഉം XYZ. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, നമുക്ക് ഈ XYZ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ AX = B എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മളുടെ കയ്യിലുള്ളത്. അവിടെ നിങ്ങൾ കാണാതെ പഠിക്കാനുള്ളത്, എക്സ് കണ്ടുപിടിക്കാൻ ഈ എ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ A−1 B ചെയ്താൽ ആൻസറായി. ഇവനെ മതി നമുക്ക്. ഇതാണ് നമ്മൾ ആകെ ചെയ്യുന്നത്. എന്താണ്? X = A−1 B അങ്ങോട്ട് ചെയ്തേച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇവിടെ എക്സ് കണ്ടുപിടിക്കാൻ ആരെയൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? A−1നെയും ബിനെയും. ബി നമുക്കിവിടെ ഉണ്ട്, A−1 ഇല്ല. അപ്പോൾ A−1 നമ്മൾ കണ്ടുപിടിക്കണം. A−1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അഡ്ജോയിൻറ്റ് A ബൈ ഡിറ്റർമിനൻറ്റ് A. അപ്പോൾ A−1 ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ A−1 കണ്ടുപിടിക്കണമെങ്കിൽ ആരൊക്കെ വേണം? അഡ്ജോയിൻ്റെയും ഡിറ്റർമിനൻ്റെയും വേണം. അവരെ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എടുത്തെഴുതും. എന്നിട്ട് ആദ്യം ഡിറ്റർമിനൻ്റെയും അഡ്ജോയിൻ്റെയും കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ ആൻസറായി. തുടങ്ങാം. അപ്പോൾ ഞാൻ A എന്ന് പറയുന്ന മെട്രിക്സ് ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ്. ഓക്കെ അല്ലേ? നോക്കിക്കോ. 3 - 2 3, 3 - 2 3, 2 1 -1, 2 1 -1, 4 - 3 2, 4 - 3 2. അപ്പോൾ ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡിറ്റർമിനൻ്റ് A ആണ്. എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കുന്നത്? ഓർക്കണുണ്ടോ? ശ്രദ്ധിച്ചോ, സിമ്പിളാണ്. ആദ്യം ഫസ്റ്റ് നമ്പർ എടുക്കുക 3, എന്നിട്ട് ഈ 3 ഇരിക്കുന്ന റോയും മാറ്റുക, 3 ഇരിക്കുന്ന കോളവും മാറ്റുക. അപ്പോൾ ബാക്കി വരുന്ന ഈ ആൾക്കാരില്ലേ, അവരെടുത്തൊരു 2/2 ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതുക. ബാക്കി ആരൊക്കെയാടാ? -1 1 -1ഉം -3 2 അല്ലായിരുന്നു? 1 -1ഉം -3 2. ഓക്കെ. ഇനി രണ്ടാമത്തെ ആൾ ആരാണോ അയാളുടെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം. അവിടെ -2 ആണ്, അപ്പോൾ നമ്മൾ +2 ആക്കി. സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ആയിരിക്കുന്ന റോയും രണ്ടാമത്തെ ആളിരിക്കുന്ന കോളവും മാറ്റണം. അപ്പോൾ അതെ 2 - 1 4 2 എന്ന് വന്നു. അയാളെടുത്ത് എഴുതുക. എന്താണ്? 2 - 1 4 2 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ആളുടെ സൈനൊന്നും മാറ്റണ്ട, അയാൾ അതുപോലെ തന്നെ +3 അല്ലേ, അയാൾ അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ അതെ ഇതിൻ്റെ റോയും മാറ്റി, ഇതിൻ്റെ കോളവും മാറ്റി. 2 1 4 -3, 2 1 4 -3. ഓക്കെ അല്ലേ?
2 1 4 -3 വന്നു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ആൻസർ അങ്ങോട്ട് ചെയ്തേക്കുക. അപ്പോൾ എന്ത് വരും പറ? 3 ഇൻറ്റു എങ്ങനെയാണ് 2/2 ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇങ്ങനെ ക്രോസ് ചെയ്യുക, മൈനസ് ഇങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു നോക്കടാ, 2 ഇൻറ്റു 1 2 ആണ്, മൈനസ് 3 ഇൻറ്റു -1 ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 3 ഇൻറ്റു 1 എത്രയാണ്? 3. അപ്പോൾ +2 അവിടെയുണ്ട്. ഓക്കെ അല്ലേ? 2 ഇൻറ്റു 2 4 ആണ്, മൈനസ് 4 ഇൻറ്റു -1 എത്രയാണ്? -4. പ്ലസ് 3 ഇൻറ്റു -3 ഇൻറ്റു 2 -6 ആണ്, -4 ഇൻറ്റു 1 എത്രയാണ്? 4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 -1 എത്രയാണ്? -1 പ്ലസ് 2 ഇൻറ്റു ഇതെന്താ ഇവിടെ 4 പ്ലസ് 4 എന്നാവും അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് 4 എന്നാവും 18 പ്ലസ് 3 ഇൻറ്റു -6 -4 എന്ന് പറയുമ്പോൾ എത്രയാണ്? -10. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു -10 എന്ന് പറയുന്നത് -3 പ്ലസ് 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് 16 -3 ഇൻറ്റു -10 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്രയാണ്? -30. വിച്ച് ഈസ് ഈക്വൽ ടു ഈ -3യും -10 അല്ലെങ്കിൽ വേണ്ട -3 പ്ലസ് 16 എന്ന് പറയുമ്പോൾ എത്രയാണ്? പ്ലസ് 13 -30 ഈക്വൽ ടു എത്ര കിട്ടി? -70 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് എ കിട്ടിക്കഴിഞ്ഞു, ഡിറ്റർമിനൻ്റ് എ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഡിറ്റർമിനൻ്റ് എ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനൻ്റ് എ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണോടാ? അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ആ ഫോമാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ മെട്രിക്സ് എടുക്കുക. 3 -2 3 3 -2 3 അടുത്ത എന്താണ്? 2 1 -1 2 1 -1 അടുത്ത 4 -3 2. ഇതല്ലേ എ? 4 -3 2. ഓക്കെ അല്ലേ? ഇത് തന്നെ ഒരു തവണ കൂടി എഴുതുക. അതായത് 3 -2 3 2 1 -1 4 -3 2. ഇത് തന്നെ ഒരു തവണ കൂടി താഴെ എഴുതുക. നോക്ക്, 3 -2 3 2 1 -1 4 -3 2. ഒരു തവണ കൂടി എഴുതുക. 3 -2 3 2 1 -1 4 -3 2. ഇപ്പോൾ നോക്കിയാൽ 4 തവണ എഴുതി കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ഈ നമ്പറുകൾ ഒരു സെറ്റ് നമ്പർ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളവരെ ഇല്ലടാ, ബാക്കിയുള്ളവരെ ഇങ്ങനെ നമ്മൾ മറ്റേ 2/2 ഡിറ്റർമിനൻ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്യൂലായിരുന്നോ? അതുപോലെ ചെയ്യുക. അതായത് ഇവർ രണ്ടുപേരെയും കൂടി ചെയ്യുക. അപ്പോൾ ആൻസർ നോക്കണം. അതേ നോക്കുന്നത് വളരെ സിമ്പിൾ. 2 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 2 മൈനസ് -3 ഇൻറ്റു -1. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആവും, -3. അപ്പോൾ എത്ര കിട്ടിയടാ? 2 -3. അത് നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മളൊരു മെട്രിക്സിൻ്റെ അകത്താക്കി എഴുതുക. അപ്പോൾ എത്ര 2 -3 എന്ന് പറയുമ്പോൾ എത്ര വന്നു? -1. ഓക്കെ അല്ലേ? ആദ്യത്തെ സ്ഥലത്ത് എഴുതി. ഇവിടെ അടുത്ത രണ്ടുപേരെ എടുക്കുക. 4 ഇൻറ്റു -1 ചെയ്യുമ്പോൾ -4 മൈനസ് 4 ഇൻറ്റു 1 എത്രയാടാ? 4. അപ്പോൾ ആൻസർ എത്ര കിട്ടിയടാ? -8. സിമ്പിൾ. അടുത്തത് ഇവർ രണ്ടുപേരും നോക്ക്. -3 ഇൻറ്റു 2 ചെയ്യാൻ നേരത്ത് -6. ഇനി അടുത്ത -4 ഇൻറ്റു 1 എത്രയാടാ? 4. അപ്പോൾ ആൻസർ എത്ര കിട്ടിയടാ? -10. സിമ്പിൾ. അടുത്ത സെറ്റ് എടുത്തു നോക്ക്. -3 ഇൻറ്റു 3 ആൻസർ എത്രയാണ്? -9 മൈനസ് -2 ഇൻറ്റു -2 ഇൻറ്റു 2. അപ്പോൾ ആൻസർ എത്രയാണ്? -4 ആവും. അപ്പോൾ ഇത് +4 ആവും. അപ്പോൾ -9 + 4 എന്ന് പറയുന്നത് ഇവിടെ -5 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇത് രണ്ടും 3 ഇൻറ്റു 2 എത്രയാടാ? 6 മൈനസ് 4 ഇൻറ്റു 3 എത്രയാടാ? 12. അപ്പോൾ 6 - 12 എന്ന് പറയുമ്പോൾ -6. ഓക്കെ അല്ലേ? അടുത്തത് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. -2 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -8 മൈനസ് 3 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ -9 ആണ്. അപ്പോൾ +9 ആക്കുക. ആൻസർ എന്ത് കിട്ടും? 1. ഓക്കെ അല്ലേ? അടുത്ത സെറ്റ് -1 ഇൻറ്റു -2 ചെയ്യുമ്പോൾ അത് 2 ആകും. -1 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 2 - 3 -1 എന്ന് വരും. അടുത്ത സെറ്റ് 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6 ആയി. -1 ഇൻറ്റു 3 ചെയ്യുമ്പോൾ അത് -3 ആയി. അപ്പോൾ 6 + 3 എത്ര കിട്ടും? 9. അടുത്ത ഇത് രണ്ടും 1 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 3 ആയി. -2 ഇൻറ്റു -2 ചെയ്യുമ്പോൾ അത് -4 ആണ്. അപ്പോൾ +4 വന്നു 7. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് കോഫാക്ടർ മെട്രിക്സ് ആണ്. കോഫാക്ടർ മെട്രിക്സ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കോഫാക്ടറുകളാണ്. ഇനി അഡ്ജോയിൻ്റ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ
ട്രാൻസ്പോസ് എടുത്താൽ മതി. അതായത് ഇങ്ങനെ ഉള്ളതൊക്കെ കോളമാക്കി എഴുതുക. അതായത് റോ ആയിട്ട് കിടക്കുന്നവരെയൊക്കെ കോളമായിട്ട് എഴുതുക. ഇപ്പോൾ -1 -8 10നെ ഞാൻ ഇങ്ങനെ എഴുതി, -1 -8 -10നെ ഞാൻ ഇങ്ങനെ എഴുതി. അടുത്തത് -5 -6 1നെ ഞാൻ ഇങ്ങനെ എഴുതി, -5 -6 1. -1 9 7 ഞാൻ ഇങ്ങനെ എഴുതി, -1 9 7. അപ്പോൾ ഇവിടെ നോക്ക്, എനിക്ക് എന്തൊക്കെ കിട്ടിയടാ? എനിക്ക് ഡിറ്റർമിനൻ്റ് എയും കിട്ടി, അഡ്ജോയിൻ്റ് എയും കിട്ടി. ഡിറ്റർമിനൻ്റ് എയും അഡ്ജോയിൻ്റ് എയും കിട്ടിയാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്ക്, ഞാൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ഈക്വേഷൻ എഴുതി. അപ്പോൾ അഡ്ജോയിൻ്റ് എ ഏതാണ്? നോക്ക്, എത്രയാണ്? -1 -5 ആണല്ലോ. -1 -5 -1 -1 -5 -1. പിന്നെ -8 -6 9, -8 -6 9. ഓക്കെ അല്ലേ? -10 1 7, -10 1 7. ഇതാണ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുമ്പോൾ എത്ര വന്നു? അതേ കിടക്കുന്നു, -17. ഇതിനെ -17 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ മൈനസ് കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ മൈനസ് ഒക്കെ അങ്ങോട്ട് പോകും അല്ലേ? നിങ്ങൾ തന്നെ പറ, മൈനസ് എല്ലാം പോകില്ലേ? മൈനസ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വന്നു, ഇവിടെ ഒരു 5 വന്നു, ഇവിടെയും 1 വന്നു, ഇവിടെ 8 വന്നു, 6 വന്നു, 9 മൈനസ് വന്നു, -10 മാറി +10 ആയി, ഇത് -1 ആയി, ഇത് -7 ആയി. ഡിവൈഡഡ് ബൈ 17 അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇതൊന്ന് നീറ്റാക്കി എഴുതാൻ ഈ /17 ഞാൻ 1/17 എന്ന് സൈഡിൽ എഴുതി, ബാക്കി മെട്രിക്സ് ഞാൻ ഇവിടെ തന്നെ വെച്ചു. അപ്പോൾ എത്ര കിട്ടൂടാ? 151 സൈഡിൽ, ഓക്കെ അല്ലേ? 151 സൈഡിൽ, 8 6 -9 സൈഡിൽ, ഓക്കെ അല്ലേ? 10 -1 -7 സൈഡിൽ, 10 -1 -7 സൈഡിൽ. ഇതാണെന്ത്? എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ മതി. നോക്ക്, എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ആയടാ. എന്താണ് നമ്മളുടെ ഇക്വേഷൻ? എക്സ് കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നോക്ക്, എക്സ് കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻവേഴ്സ് ഇപ്പോൾ കിട്ടി 1/17 ഇൻറ്റു എന്താണ്? 151 8 6 -9 10 -1 -7 ഓക്കെ അല്ലേ? ഇൻറ്റു എന്ത് ചെയ്യുക? ഒരു ബി എന്താണ്? ഇതേ കിടക്കുന്നു 814. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1/17 അവിടെ തന്നെ കിടന്നോട്ടെ, ഒരു പ്രശ്നവും. ഓക്കെ അല്ലേ? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കണം. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ഓർഡർ എന്താ? 1 2 3. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഓക്കെ അല്ലേ? ഇത് എന്ത് മെട്രിക്സ് ആണ്? ഇതൊരു 3/1 മെട്രിക്സ് ആണ് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇവിടുത്തെ നമ്പർ സെയിം ആണ്. ആൻസർ കിട്ടാൻ പോകുന്നത് എന്താണ്? ഒരു 3/1 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് ഇങ്ങനെ ഒരു 3/1 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ ഫസ്റ്റ് റോ ഇങ്ങോട്ട് എടുത്തു, 151. അത് ഞാൻ താഴത്തേക്ക് എഴുതി. ഓക്കെ അല്ലേ? 8 × 1 ചെയ്യുമ്പോൾ 8, 1 × 5 ചെയ്യുമ്പോൾ 5, 4 × 1 ചെയ്യുമ്പോൾ 4. ഓക്കെ, അടുത്തത്. അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. അടുത്ത് 8 6 -9, 8 6 -9. ഓക്കെ അല്ലേ? 8 × 8 ചെയ്യുമ്പോൾ 64. അടുത്തത് 6 × 1 ചെയ്യുമ്പോൾ 6 മൈനസ് 9 × 4 ചെയ്യുമ്പോൾ 36. അടുത്തത് അതും കഴിഞ്ഞു. അടുത്ത എടുക്കുക 10 -1 -7. അതിങ്ങനെ എഴുതുക, 10 -1 -7. ഓക്കെ അല്ലേ? ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 8 × 10 ചെയ്യുമ്പോൾ 80, -1 × 1 ചെയ്യുമ്പോൾ -1, -7 × 4 ചെയ്യുമ്പോൾ -28. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 1/17 ഇൻറ്റു ഇതിൻ്റെ ആൻസർ ചെയ്തെന്ന് എഴുതാം. 8 + 5 എത്രയാണ്? 13. 13 + 4 എത്ര വന്നു? 17. ഇവിടെ നോക്ക്, 64 6 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 70 കിട്ടി. 70-ൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 36 കുറയ്ക്കണം. 70-ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 40 ആണ്. 40-ൽ നിന്നും വീണ്ടും ഒരു 6 കുറച്ച് കളയണം. അപ്പോൾ എത്രയാണ്? 34. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ?
64 പ്ലസ് 6 70 ആണ്. 70 മൈനസ് 30 ചെയ്യുമ്പോൾ 40 വന്നു. പിന്നെ ഒരു 6 കൂടി കളയണം, അപ്പോൾ 34. അപ്പോൾ നോക്ക് 80യിൽ നിന്ന് ഒരു 29 കളയണം. 80യിൽ നിന്ന് 20 പോയി കഴിയുമ്പോൾ എത്രയാടാ? 60. പിന്നെ ഒരു 9 കൂടി കളഞ്ഞാൽ എത്രയാടാ? 51. ഇനി എന്ത് ചെയ്യുക? എല്ലാത്തിനെയും ഈ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ എത്രയാണ്? ഇവിടെ 17 ആണ്. 17/17 വന്നു. 34/17 വന്നു. 51/17 വന്നു. 17/17 എത്രയാണ്? 1. 34/17 എത്രയാണ്? 2. അടുത്തത് 51/17 എത്രയാണ്? 3. അതായത് എക്സിൻ്റെ വാല്യൂ 1 2 3 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് അല്ലായിരുന്നോ? അപ്പോൾ എക്സ് വൈ ഇസഡ് 1 2 3 എന്ന് കിട്ടി. ഇത്രയുള്ള പരിപാടി, സിമ്പിൾ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, ഇസഡ് ഈക്വൽ ടു 3. ഈ കിട്ടിയത് ശരിയാണോ എന്നറിയാൻ ഒരു മെത്തേഡ് കൂടി നമുക്ക് ചെയ്യാം. ഈ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പോൾ 3 × 1 3 ആണ്. 3 × 1 മൈനസ് 2 × y എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ അല്ലേ? പ്ലസ് 3 × ഇസഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈക്വൽ ടു 8 കിട്ടണം. 3 × 1 3 മൈനസ് 4 പ്ലസ് 9. 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ -1 പ്ലസ് 9. ആൻസർ 8 അല്ലേ? കറക്റ്റാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ആദ്യം എയും എക്സും ബിയും എഴുതുക. അത് കഴിഞ്ഞ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എടുക്കണം. എന്താണ് എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ? അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ആദ്യം കണ്ടുപിടിച്ചു, അഡ്ജോയിൻ്റ് എ കണ്ടുപിടിച്ചു. അഡ്ജോയിൻ്റ് എനെ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. എ ഇൻവേഴ്സിന് ബി കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ആൻസർ കിട്ടി. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വിട്ട് കളയരുത്. 6 മാർക്ക് പുഷ്പം പോലെ കിട്ടും.